ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വിറ്റ്സർലൻഡ് ട്രിപ്പിലത്തെ ഞങ്ങൾ പോയ ലൗട്ട്രബ്രൂൺ എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് സ്റ്റൗബാഹ് ഫാൾസ് ആട്ടോ. ഇത് 300 മീറ്റർ ഹൈറ്റിലാണ്. ഈ കാണുന്നതാണ് ആ ഫാള്. ഇതിൻ്റെ അടുത്തൊരു ചെറിയ ചർച്ച് ഉണ്ട്, പിന്നെ അടുത്ത് ഇങ്ങനത്തെ ചെറിയൊരു ലേക്കൊക്കെ ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇത് വെറുതെ വിസിറ്റാണോ എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചല്ലായിരുന്നു. ഇത് ബ്യൂട്ടിഫുൾ ആണ്, പക്ഷേ ഇങ്ങനത്തെ കാഴ്ച നമുക്ക് ജർമ്മനിയിലും കാണാനൊക്കെ പറ്റും കേട്ടോ. വിൻ്റർ സ്പോർട്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വിൻ്ററിൽ സ്വിറ്റ്സർലൻഡ് ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ചില ഏരിയാസ് ഭയങ്കര അടിപൊളിയാണ്. അതുപോലെ വേറൊരു ഉദാഹരണമാണ് ഇവിടെ ഭയങ്കര ഹൈപ്പിലുള്ള ഇവരുടെ ചീസ് ഫോണ്ടി എന്ന് പറഞ്ഞ ഈ ഒരു ഡിഷ് കേട്ടോ. ഇത് ഡിഫറെൻറ്റ് 2 ചീസ് മിക്സ് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഡിഷാണ്. വെറുതെ മെൽറ്റഡ് ചീസിൽ ബ്രെഡ് മുക്കി കഴിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇതും അത്ര ഭയങ്കര സംഭവമൊന്നുമല്ല. ഫുഡിന് അടിപൊളി പാരീസ് ആട്ടോ. നിങ്ങൾ പാരീസ് പോകണമെങ്കിൽ അവിടുത്തെ ഫുഡ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ. ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, ഭയങ്കര അടിപൊളി ഡിഷൊക്കെയാണ് അവിടെ ഉള്ളത്. അത്യാവശ്യം പ്രൈസിയുമായിരുന്നു കേട്ടോ. നമുക്കെന്നാൽ വയറ് നിറയേയില്ല, അങ്ങനത്തെ ഒരു ഡിഷായിരുന്നു അത്. പിന്നെ ട്രൈ ചെയ്യണം എന്നുള്ളൊരു ഇതിൽ നമ്മൾ മേടിച്ചതാണ്. ഈ വാലിയിലത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഈ സ്റ്റൗബാഹ് ഫാൾസ്. റോട്ടിൽ നിന്ന് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് എത്താം കേട്ടോ. അപ്പോൾ വിൻ്റർ ആയതാനും അതിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല, കണ്ട റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ട നമുക്ക് ഈ കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വീഴണ വെള്ളം കാണുമ്പോൾ ഈശ്വര ഇതിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഓടിച്ച് വന്നതെന്ന് നമുക്ക് തോന്നും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു 5 ദിവസത്തെ ട്രിപ്പായിരുന്നു. നമ്മൾ കാറിന് ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത് ജർമ്മനിയിൽ നിന്ന്. 640 കിലോമീറ്റർ കൂടുതലാണ് നമ്മൾ വണ്ടി ഓടിച്ചത് കേട്ടോ, ജർമ്മനിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് വരെ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ സ്വിറ്റ്സർലൻഡിൻ്റെ അകത്തും അത്യാവശ്യം നല്ല ഓട്ടം തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നല്ല അടിപൊളി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ട് സ്വിറ്റ്സർലൻഡിൽ. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് വരണമെന്നില്ല. പിന്നെ നമുക്കതാണ് ഇത്രയും കൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്തത്, അതുകൊണ്ടാണ് അത് ഓപ്റ്റ് ചെയ്തത്. നിങ്ങൾ ഈ കാണുന്ന പോലെ കുറേ പേരോട് പാരാഗ്ലൈഡിങ് ചെയ്യാനും ഹെലികോപ്റ്റർ റൈഡ് ചെയ്യാനും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാട്ടോ ലൗട്ടർബ്രൂണൻ. സ്വിസ് ആൽപ്സിലത്തെ ഒരു മുനിസിപ്പാലിറ്റി ആട്ടോ ലൗട്ടർബ്രൂണൻ. മെയിൻ അട്രാക്ഷൻസ് സ്റ്റൗബാഹ് ഫാൾസ്, ട്രൂമൽബാഹ് ഫാൾസ്, മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടിയുള്ള ട്രെയിൻ റൈഡ്. സമ്മറിൽ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ് സ്വിറ്റ്സർലൻഡ് കാണാനാട്ടോ. ഭയങ്കര പച്ചപ്പും നീല വെള്ളമൊക്കെ നിറഞ്ഞിരിക്കും സ്വിറ്റ്സർലൻഡ്. വിൻ്ററിൽ ഇൻ്റർലാക്കൻ അതുപോലത്തെ ഏരിയ വിസിറ്റ് ചെയ്താൽ ലൗട്ടർബ്രൂണൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ വയ്യാത്ത ഈ സിക്കായിട്ടുള്ള വോയിസ് ഓവർ സഹിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ.